പേടിത്തൊണ്ടന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ പട്ടിയെന്ന് വിളിച്ചതല്ല കേട്ടോ, പട്ടികളെ പേടിക്കുന്ന പേടിത്തൊണ്ടന്മാർ എന്നെ പോലുള്ളവർ ഇവിടെ കമോൺ. ഈ കഴിഞ്ഞ ദിവസം നമ്മളുണ്ടല്ലോ ഈ കടുവേന്റെയും പുലിന്റെയും ഒക്കെ മുമ്പിൽ അകപ്പെട്ട മനുഷ്യന്മാരുടെ അവസ്ഥകൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ അതുപോലൊരു സംഭവം ഫേസ് ചെയ്തു ഗൈസ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അത്രയും പേടിച്ചിട്ടില്ല. എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. രാത്രി ആയപ്പോൾ എനിക്ക് വിശന്നു. അപ്പൊ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പൊ ഡെലിവറി ബോയ് വരുമ്പോൾ അവനെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ, എന്തിനാ കോളിംഗ് ബെല്ലിന് ഒരു പണി കൊടുക്കുന്നത് വിചാരിച്ച് ഞാൻ അമ്മയും മക്കളും സോഫയിൽ നിന്ന് സീരിയൽ കാണാണ്. അവരെ കാണാണ്ട് മെല്ലെ അടിപൊളിയായിട്ട് സ്കിപ്പായി പുറത്ത് പോയി കസേരയിൽ ഇരുന്ന് ഫോൺ ഞോണ്ടി കളിക്കുമ്പോൾ അതിലേ ഒരു കറുത്ത മനുഷ്യൻ വരുന്നു. ആരാന്നല്ലേ, എന്റെ വീട്ടിലെ പട്ടിയാണ് ഗൈസ്, ബെല്ല എന്ന് ചെയ്ത ബ്രീഡ് വെച്ചാൽ റോട്ട് വീലർ ആണ് കേട്ടോ. അതിനെ കണ്ടാലേ എനിക്ക് മുള്ളാൻ മുട്ടും. ആ സാധനം എന്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല, ശ്വാസം അടക്കി പിടിച്ച് ദൈവമേ ഒരു സൗണ്ടിന്റെ നോട്ടിഫിക്കേഷൻ പോലും ഫോണിൽ വരലേന്ന് പ്രാർത്ഥിച്ച് നിൽക്കും. എന്റെ ഹാർട്ടൊക്കെ ടപ്പാന്ന് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഇന്നെ കടിക്കൊന്നും വേണ്ട ഗൈസ്, അതിന്റെ കയ്യോ കാലോ എടുത്തിന്റെ മേൽ വെച്ചാൽ തന്നെ അറ്റാക്ക് വന്ന് ഞാൻ ചത്തുപോകും. അത്രയ്ക്ക് എനിക്ക് പേടിയാട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഒച്ച ഉണ്ടാക്കാണ്ട് ആ ഫോണും പിടിച്ച് നല്ല വിറയലോട് കൂടി ഇരിക്കുക കേട്ടോ. അപ്പൊ വാതിൽ കുറച്ച് തുറന്നാ കിടക്കുന്നത്. അപ്പൊ എന്റെ മക്കളടുത്തേക്ക് അത് പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ മെല്ലെ അതിന് കണ്ണ് വെട്ടിയപ്പോൾ ഞാൻ മെല്ലെ വാതിലടച്ച്, മീൻസ് കൈകൊണ്ട് ഇങ്ങനെ വാതിലടച്ച്. പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് ഓടാൻ പറ്റില്ല, ഓടിക്കഴിഞ്ഞാൽ അതിന്റെ പിടിക്കും ഷുവറാണ്. അപ്പോൾ അമ്മ അത് പുറത്ത് അയച്ചിട്ടത് ഞാൻ അറിഞ്ഞില്ല. കാരണം അമ്മേനോട് പറയണേ നൈസായിട്ടും പുറത്തേക്ക് മുങ്ങിയതാണേ, എനിക്ക് അതന്നെ വേണം. അങ്ങനെ എനിക്ക് അമ്മയെന്ന് വിളിക്കണമെങ്കിൽ ആ സൗണ്ട് വരണ്ടേ, പേടി കൊണ്ട് സൗണ്ടും പുറത്ത് വരുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പൂച്ചേനെ പോലെയും പട്ടി അവിടെ പട്ടി ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഒന്നും ഒച്ചുണ്ടാക്കാനൊന്നും പറ്റാതെ ഏതോ എന്റെ കാരണവന്മാർ ചെയ്ത പുണ്യം പോലെ അമ്മ അകത്തുനിന്ന് ദൃശ്യം എന്താക്കുക എന്ന് വെച്ചിട്ട് അപ്പൊ വാതിൽ തുറന്നിട്ട് മീൻസ് ലോക്ക് ചെയ്യാത്ത കണ്ടപ്പോ ഒന്ന് തുറന്നു നോക്കിയതാ. അപ്പൊ ഞാൻ എന്റെ പട്ടീന് മുമ്പിൽ ഒരു അനക്കും അതിങ്ങനെ ഇരിക്കുന്നു. വേറെ ആരെയും കണ്ടായിരിക്കും ശ്വാസം വിടാൻ വരെ പേടിച്ചിട്ടുണ്ട് ഗൈസ്. അയ്യോ ഈ അവസ്ഥ ആലോചിക്കാൻ വയ്യ. അങ്ങനെ അമ്മ അത് കണ്ടപ്പോ അമ്മ അത് ചിരിച്ചു പോയി. എന്നിട്ട് അമ്മ വെച്ചാൽ അല്ല ദൃശ്യം ഞങ്ങൾക്ക് എന്നെ വിളിച്ചാൽ പോരേന്ന്, വിളിക്കണേ സൗണ്ട് വരണ്ടേ, പേടി വന്ന നാവുന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഗൈസ്. അങ്ങനെ അമ്മ അതിനെ പിടിച്ച് കൂട്ടിലാക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അതിന്റെ കഴുത്തിലെ ബെൽറ്റ് പൊട്ടിപ്പോയിണ്ടായിരുന്നു. അപ്പോ അങ്ങനെ അമ്മ അത് അങ്ങോട്ട് പോവാൻ നോക്കുമ്പോ ആ പട്ടി അകത്തേക്ക് കയറി ഗൈസ്, ബെല്ല അകത്തേക്ക് കയറി. അപ്പൊ എനിക്ക് പേടി, എന്റെ മക്കള് സോഫയിൽ ഇരിക്കണ്ടല്ലോ. അപ്പോഴാണ് ഗൈസ് ഞാനിങ്ങനെ നോർമലി ആൾക്കാർ പറയാറില്ലേ അമ്മമാര് മക്കൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവനവന്റെ പേടിയൊക്കെ മറക്കുന്നു. എനിക്ക് ഏറ്റവും പേടിയാണ് ഈ പട്ടി അങ്ങനത്തെ ഐറ്റംസ് എല്ലാത്തിനും എനിക്ക് പേടിയാണ് കേട്ടോ. ജന്തുക്കളൊക്കെ എനിക്ക് പേടിയാണ്, അങ്ങനെയല്ലേ പറയാം, യെസ്. അപ്പോൾ അതിനെനിക്ക് പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ അയലത്തേക്ക് പോകാറില്ല. ഇതുവരെ ഞാൻ ബെല്ലയ്ക്ക് ഒരു ഫുഡ് കൊടുക്കാൻ പോലും അതിന്റെ കൂടിന്റെ അവിടെ കൈവച്ചിട്ടില്ല. അത്രയും എനിക്ക് പേടിയാണ്. ഞാൻ എന്റെ മക്കളെ മുമ്പ് പോയിട്ട് കവർ ചെയ്ത് ഇങ്ങനെ ഇരുന്ന്, കാരണം അത് ചാടുകയാണ്, എൻ്റെ അടുത്തേക്ക് ചാടിക്കോട്ടെ, മക്കളടുത്തേക്ക് പോവല്ലേ വിചാരിച്ചിട്ട് മക്കൾ മുന്നിൽ കയറി ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടോ. അത് എന്തൊരു ധൈര്യത്തിലാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ അവരോട് പറയാറുണ്ട് ആ പട്ടീനോട് കളിച്ച് പട്ടി എങ്ങാനും പുറത്തേ വന്നാൽ ഞാൻ എൻ്റെ പാടമൊക്കെ ഓടും നിങ്ങളെ പിടിക്കുന്നൊക്കെ ഞാൻ പറയലുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി മക്കളെ നേരം എന്താ വന്ന് നമ്മളവിടെ നിന്ന് കൊടുക്കുന്നു. കാരണം ഞാന് പിന്നെ എന്റെ മേലെ ചാടിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് അതിന്റെ നേരെ ഒരു വരവ് വന്നപ്പോ ദൈവമേന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ തുമ്പിയൊക്കെ ഇങ്ങനെ വെയിറ്റ് താങ്ങി നിൽക്കാറില്ല കേട്ടോ. ഇറ്റകളെ മേലൊക്കെ ഇരുന്നു. ഇനി അപ്പത്തേക്ക് അമ്മ അതിനെ എങ്ങനെയൊക്കെയോ ചെവിയൊക്കെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോ അത് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അച്ഛൻ അവിടെ ഇരുന്ന് കുശാലായിട്ട് ഫുഡ് അടിക്കായിരുന്നു. ഇളയമ്മ അടുക്കളയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛനെ നേരെ ഓടിയപ്പം അമ്മ ഭരതനാട്യത്തിൽ അരമണ്ഡലത്തിന്റെ പോസ്റ്റിൽ അച്ഛന്റെ മുമ്പിൽ അങ്ങ് നിന്ന്. അമ്മയ്ക്ക് മാത്രമേ ഇവിടെ ബെല്ലനെ പേടിയില്ലാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും പേടിയാ. മീൻസ് അച്ഛനും അമ്മയ്ക്കും പേടിയില്ല. പിന്നെ വൈശാട്ടിനും കട്ടൊന്നും ഇവിടെ അല്ലല്ലോ, കല്യാണിയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവരാരും ഇവിടെ ഇല്ലല്ലോ, ഇത് മാനേജ് ചെയ്യേണ്ടത് അമ്മ ഒരൊറ്റ ആളാ. അപ്പോ അമ്മ അരമണ്ഡലത്തിൽ അരമണ്ഡലം എന്ന് പറയാൻ പറ്റും, കഥകളി വിദ്വാനൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അച്ഛന് മുമ്പിൽ ഒരു പ്രത്യേക തരത്തിലുള്ള നിപ്പ് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം പട്ടി അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇളയമ്മ പട്ടീനെ കണ്ടപാടും അടുക്കളേന്റെ ആടത്തെ വാതിലടിച്ച് ഓടാമ്പലം കണ്ടിട്ട് അപ്പുറത്ത് അങ്ങോട്ട് നിൽക്കുക കേട്ടോ. ഞാനിത് കണ്ട് ചിരിയോട് ചിരി. കാരണം ഇന്ന് അച്ഛനും അച്ഛമ്മേനെ കൊല്ലാനുള്ള കഥയായിട്ടുണ്ട്. കാരണം അച്ഛൻ ചോദിക്കും പട്ടി എന്നെ പിടിക്കാൻ വരുമ്പോ അല്ല ജാനുവോ എന്നെ നോക്കാണ്ട് അടുക്കളയിലേക്ക് ഓടിക്കേറി രക്ഷപ്പെട്ടാണോ, സ്വന്തം ശരീരം നോക്കണമല്ലോ കുറച്ച്. അങ്ങനെ ഇളയമ്മ അടുക്കളയിലേക്ക് ഓടി ഇളയമ്മ ഓടാമ്പലിട്ട് അച്ഛൻ അവിടെ, അമ്മ അതിന്റെ മുമ്പിൽ അരമണ്ഡലത്തിൽ ഇരിക്കുന്നത്, ഞാൻ മക്കളെ മേലും എങ്ങനെയോ പട്ടീനെ ഞാൻ പുറത്തെത്തിച്ച്. പിന്നെ പട്ടി ഓടി ഗൈസ്, വീട്ടിന് ചുറ്റും ഓടി ബെല്ല. അന്നേരം പട്ടീന്ന് വിളിച്ചാൽ ഇനിയിപ്പോൾ കട്ട വന്നിട്ട് എൻ്റെ പട്ടീനെ നീ പട്ടീന്ന് വിളിക്കുന്നവൻ ചോദിക്കും. അവൻ അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്, എന്നെ പട്ടീന്ന് വിളിക്കുന്നത്. പക്ഷെ ഇന്നത്തെ എൻ്റെ അവസ്ഥ വെച്ചിട്ട് എൻ്റെ പട്ടീന്നല്ല വിളിക്കേണ്ടത്. അങ്ങനെ അത് വീടിന് ചുറ്റും ഓടി. മമ്മി പിന്നാലെ ഓടുന്നു, പട്ടി മുന്നിൽ ഓടുന്നു. അമ്മേൻ്റെ തുടയാണോ പൊട്ടിയത് അല്ലെ പിന്നെ എന്താ പറയുക പട്ടീൻ്റെ കഴുത്തിന് തുടയാണോ പൊട്ടിയതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എത്രയോ റൗണ്ടിന് ശേഷമാണ് ബെല്ലേനെ കയ്യിൽ കിട്ടുന്നത്. അതിനേക്കാൾ കോമഡി എന്താന്ന് വെച്ചാല് നമ്മളെ കൊറിയർ ബോയ് അവൻ
എപ്പോഴും പേടിയാണ്. ചേച്ചി ഇവിടെ പട്ടിയുണ്ടോ, ചേച്ചി ഇവിടെ പട്ടുണ്ടോ 10 വട്ടം ചോദിച്ചിട്ട് അവനിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. മീൻസ് പട്ടീനെ പുറത്ത് വിട്ടുണ്ടോന്ന്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓനെ ഓർമ്മ വന്നു, അയ്യോ ഓനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ. അപ്പൊ ഞാൻ ഓനെ ഷോപ്പിലേക്ക് വിളിച്ചിട്ട് ചേട്ടാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി, പട്ടി പുറത്താണെന്ന്. ഓനന്ന് വന്നേയില്ല ഗൈസ്. ഓൻ വേറെ ആളെ കൈ കൊടുത്ത്. അത്രയും പേടിയാണ് ആ സാധനത്ത്. അതെന്ന് വെച്ചാൽ വലിയൊരു സൈസുള്ള ഒരു എന്തേലും പറയാ റോട്ട് വീലറാണ് ഗൈസ്, ബെല്ല. അതിനെ കണ്ടാൽ തന്നെ എൻ്റെ എല്ലാ ശക്തിയും പുറത്തു പോയി. അതിനെ പേടിച്ച് ശരിക്കും അതിന് പേടിച്ചൊരു മനുഷ്യന്മാർക്കുള്ളിൽ കയറാൻ പറ്റില്ല. അമ്മ അതിന് ഒരു റൈറ്റാണ്. പക്ഷെ അതിനങ്ങനെ പുറത്ത് വിടാറില്ല, രാത്രിയാണ് പുറത്ത് വിടാറുണ്ടായിരുന്നത്. പക്ഷേ ഒരു മനുഷ്യനെ അടുപ്പിക്കൂല, അതൊക്കെ കാര്യം തന്നെ, ഒക്കെ ഗുണമാണ്. പക്ഷെ എനിക്ക് അതിനെ പേടിയാണെന്നുള്ളത് ഒറ്റ ദോഷമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഇന്നലെ ഒരു ദിവസത്തെ കൊണ്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും പേടിക്കാത്ത അത്രയും ഞാൻ പേടിച്ച്. സത്യം പറയുകയാണെങ്കിൽ മൂക്ക് ശ്വാസം അയക്കാതിരിക്കാന്ന് പറയില്ലേ, അതുപോലെ ഞാൻ ആ പട്ടീൻ്റെ മുമ്പിൽ ഇരുന്നത്. അതാണ് എൻ്റെ കാലിൻ്റെ ചോട്ടുകൂടിയൊക്കെ മണപ്പിച്ചുകൊണ്ട് അതിലൊരു 10 റൗണ്ട് അടിച്ചിട്ടുണ്ടാവും കൊലായി കൂടെ. ഞങ്ങൾ പ്രാർത്ഥിക്കും, ഈശ്വര വാതിൽ എൻ്റെ മക്കൾ തുറന്ന് വരല്ലേ, എൻ്റെ മക്കളൊക്കെ വേഗം ചാടി വരേണ്ടതുണ്ട്. ഇതാണേ വലിയൊരു ഇങ്ങനത്തെ ഒരു നീണ്ടൊരു പ്രത്യേക തരത്തിലുള്ള മുഖല്ലേ. ആ മുഖമൊക്കെ കൊടിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഇനി മക്കളെയും കെട്ടിയൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഉറപ്പാണ് എനിക്ക് അറ്റാക്ക് വന്നിട്ട് ചാവുള്ളൂ, അല്ലാതെ അത് കടിച്ചിട്ടോ അങ്ങനത്തെ ഒന്നുമല്ല. അറ്റാക്ക് വന്നിട്ട് ഞാൻ ചാവുള്ളൂ ഗൈസ്. മാതിരി ഞാൻ പേടിച്ച്. ഇനി ഇത് നെയിൽ പോളിഷ് പുതിയ ഇട്ടാണ്ടാണോ ഇത് ഇവിടെ വെച്ചതെന്ന് ചോദിക്കാതിട്ടോ. പേടിച്ചൊരു വശത്തായിട്ടുണ്ട് ഗൈസ്. ആ അവസ്ഥ ആർക്കൊരു വരുത്തരുത് എൻ്റെ ദൈവമേ. എനിക്ക് ഇന്നലെ ഞാൻ കൂട്ടിലാക്കിയ ശേഷം ബെല്ലാണ് നോക്കി 2 മുറക്കെ ഞാൻ മുറച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയല്ലേ എനിക്ക് പറ്റുള്ളൂ, അല്ലാതെ അടുത്ത് പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാൽ ഞാൻ രാവിലെ തന്നെ എല്ലാവരും, പിന്നെ എനിക്ക് രാത്രി ഇത് ആരോടും പറഞ്ഞില്ല സമാധാനമല്ലോ. വൈശാട്ടിനോട് പറഞ്ഞു, കല്യാണിനെ ഒന്ന് വിളിച്ച് പറഞ്ഞു, അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൂൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനം, കുഴപ്പമില്ല. എല്ലാവരും അറിഞ്ഞല്ലോ ഞാൻ പട്ടീനെ പെട്ടത്. കാരണം എല്ലാവരും എന്നോട് പറയും, ദൃശ്യ വീട്ടിൽ ഇത്രയും കാലമായിട്ട് പട്ടിയുണ്ട്, ഞാൻ പട്ടീൻ്റെ അടുത്തേ പോകില്ല. ഞാൻ ആകെ തൊട്ടൊരു പട്ടി ആമിയാണ് വീട്ടിലുള്ള അപ്പൂൻ്റെ അടുത്തുള്ള. അതിനെ കാണുമ്പോൾ ക്യൂട്ട് ഒരു കുഞ്ഞുമാവേൻ്റെ ഫീലാണുള്ളത്. പക്ഷെ ഇപ്പം അതും വെകളിയായി തുടങ്ങി, അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ എടുക്കാറില്ല. പക്ഷെ ഇമാതിരി വലിയ ഐറ്റംസ് ഒക്കെ അല്ലേ, എനിക്ക് ഒന്നാമത് നായൻ്റെ സ്മെല്ല് അതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ ഇതിൻ്റെ നേരെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെ എന്താ ഞാൻ പറയുന്നത്, ലേബർ റൂം കൊണ്ടുപോകുമ്പോൾ പോലും ഞാൻ ഇത്രയും പേടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അവസ്ഥയിലായിപ്പോയി. വൈശാട്ടത് കേട്ട് ചിരിയോട് ചിരി. ഞാൻ പിന്നെ കുറേ നേരം ഇളയമരെ കളിക്കുക. ഇളയമയാൾ കൊള്ളാലോ, അച്ഛൻ്റെ അടുത്ത് പട്ടി വന്നപ്പോൾ ഇളയമോടി അടുക്കളയിൽ കയറിയില്ല പറഞ്ഞിട്ട് ഇളയമനെ കുറേ കളിയാക്കിട്ടോ. പക്ഷെ ശരിക്കും ഉണ്ടല്ലോ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ കുറേ ടെൻഷൻ അടിച്ച് കുറേ ചിരിച്ച്, ഞാനും അമ്മയ്ക്ക് ഇരുന്ന് ചിരിച്ചിട്ടുണ്ട് കുറേ. ഞാൻ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആലോചിക്കാം. അമ്മയ്ക്ക് പിന്നെ ചിരിച്ച് ശ്വാസം കിട്ടില്ല. അല്ല ദൃശ്യ നമുക്ക് ഇന്നൊന്ന് വിളിച്ചാൽ പോരേനു. ഞാൻ എങ്ങനെ പറഞ്ഞ് വിളിക്കാനും നമുക്ക് ഈ പേടിയാകുമ്പോൾ സൗണ്ട് പോകുന്ന സത്യമാണ് കേട്ടോ. ആ അമ്മേന്ന് പോയിട്ട് ആന്ന് വിളിക്കാനുള്ളൊരു സൗണ്ട് പോലും എനിക്കില്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനത്തെ ഒക്കെ അവസ്ഥ വന്ന് നമ്മൾ എന്താ ചെയ്യുമ്പോൾ ഈ തെരുവ് നായ്ക്കളൊക്കെ നമ്മളടുത്തേക്ക് കുട്ടികളുടെ അടുത്തേക്ക് വന്നു, കുട്ടികളെ ഓടിച്ചു എന്നൊക്കെ ന്യൂസ് കേൾക്കുന്നില്ലല്ലോ. അനുഭവിച്ച് ഓരെന്തായിരിക്കും. ഞാൻ ന്യൂസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാമല്ലോ. നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ അല്ലേ ഈ അവസ്ഥ ഉണ്ടാവുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പെട്ടത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയേണ്ടറിയില്ല. ഞാൻ ആ അവസ്ഥയിലായിരുന്നു ഗൈസ്. ഇത് നിങ്ങളോടും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടായിട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കെല്ലാം ഇങ്ങനെ പറഞ്ഞില്ലൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ ഇതുകൊണ്ട്. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ആയിരുന്നു അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ചുരുക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഷോർട്സ് ഇടില്ല. ഞാൻ ലോങ് ആയിട്ട് തന്നെ ഇടുന്നത് കേട്ടോ. കാരണം ഇതൊക്കെ ചുരുക്കാൻ പറ്റില്ല ഗസ്കിൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തീർത്തില്ല സമാധാനം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫസ്റ്റ് എങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും പട്ടി ഓടിക്കുകയോ പട്ടിയുടെ മുമ്പിൽ ഇതുപോലെ പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുക്കളുടെ മുമ്പിൽ ഇതുപോലെ പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. എന്നെപ്പോലെ വേറെ ആൾക്കാരുണ്ടെന്ന് കേൾക്കും ഒരു സന്തോഷമല്ലേ ഗൈസ്. അടുത്ത വീട്ടിലും കറണ്ട് പോയി എന്നാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയത് പ്രശ്നമില്ല എന്നുള്ളതുപോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ബൈ.